കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആന്റിക്ക് കുറെ പ്രായമായതല്ലേ? ഈ അടുത്ത കാലത്തായി എന്താ പറയുന്നേന്ന് ആന്റിക്കും അറിയില്ല, കേൾക്കുന്ന ഞങ്ങൾക്കും അറിയില്ല. നിങ്ങൾ? ഞാൻ അഖിലിന്റെ ഭാര്യയാണ്. ഓഹോ. അഭീപ വീട്ടിലുണ്ടോ? ആ ഉണ്ട്, വരൂ വരൂ വരൂ. എന്താടി പറഞ്ഞേ? എനിക്ക് പ്രായമായിരുന്നു. പിന്നല്ലാതെ അദ്ദേഹത്തോടാണോ മണ്ടത്തരം പറയുന്നേ? ആ അത്രയല്ലേ ഉള്ളൂ. എനിക്ക് പ്രായമെന്നും പറഞ്ഞ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ. അതെ, നിങ്ങൾക്ക് ഇപ്പോഴും ടീനേജ് തന്നെയാ. ബ്യൂട്ടി കോntestന് പോകുന്നോ? നീ പറയുന്ന അത്രയ്ക്കൊന്നുമില്ല. നിന്റെ അമ്മായിയെക്കാളും ശകലൊന്ന് താഴെ, നിന്നെക്കാളും കുറച്ചൊന്ന് മേലെ, അത്രേ ഉള്ളൂ. ഇപ്പൊ അതാണോ ഇമ്പോർട്ടന്റ്? ഒന്നാമത് അദ്ദേഹം പോലീസാ. ചെറിയ കള്ളം പറഞ്ഞാൽ പോലും അറിയാൻ പറ്റും. നിങ്ങൾ ആവശ്യമില്ലാതെ കുറെ മണ്ടത്തരങ്ങളാ പറഞ്ഞത്. ഒടുവിൽ നമ്മളെ ഫോൺ ചെയ്തതെന്ന് അവരറിയും. പിന്നെ അഖിൽ എന്റെ കഴുത്തും ഞെരിക്കും, അമ്മ ആന്റിയുടെ കഴുത്തും ഞെരിക്കും. ഇതിനപ്പുറം ഞാനൊന്നും പറയില്ല. നമ്മുടെ പ്ലാൻ വർക്കൗട്ടായി. SI വീട്ടിലേക്ക് വന്നല്ലോ. ഇനി എല്ലാം അവര് തന്നെ നോക്കിക്കോളും. ഭാവനയുടെ പണിയും തീരും, വസുവിന്റെ കട്ടയും മടങ്ങും. ശരി ശരി, വാ അകത്തേക്ക് വാ. ഏട്ടനകലും വരുന്നുണ്ട്, നീ ഒന്നും മിണ്ടരുത്. ഭാവനെ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീയും കൂടെ വേണം ബസു. എന്നോടെന്ത് പറയാനാ ഏട്ടാ? നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് വിളിക്കാനാ? സത്യം എന്തെന്ന് പറയെടുത്തി. ഏട്ടത്തി സംശയം ഉണ്ടായിട്ടല്ല. ഏട്ടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നേ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാകിൽ. പിന്നെ നീയും ബസു എന്തിനെങ്ങനെ ഭയപ്പെടുന്നേ? അവനാണെങ്കിൽ ആരോടും പറയാതെ പോവുകയും ചെയ്തു. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചേ? എന്താ ഏട്ടാ, അയാള് ചോദിക്കാതെയും പറയാതെയും പോയത് ഞങ്ങളുടെ പ്രശ്നമാണോ? ഇളയമ്മ പറഞ്ഞ പോലെ ഞങ്ങൾ ഇനി അയാളെ കൊന്ന് ബോഡി മറച്ചു വെച്ചിരിക്കുവാണെന്ന് നിങ്ങൾക്കും ഇനി സംശയമുണ്ടോ? ശശി, ഞങ്ങൾ എന്തിനാ ഏടത്തിയെ വെറുതെ സംശയിക്കുന്നേ? നിന്റെ ഏട്ടന്റെ ഓരോ ചോദ്യം കേൾക്കുമ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നത്. നീ ഒരു കാര്യം പറയാം ഭാവനെ, അവനെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഇന്നലെ ഞങ്ങൾ ഈവന്റിന് പോയപ്പോ നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. നന്നായിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരാള് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഇവിടെയുള്ള ആണുങ്ങളെല്ലാം രാത്രി ഇല്ലാതിരുന്നാല് അത് മാത്രമല്ല അവനൊരു തെമ്മാടി. അപ്പൊ ഞങ്ങക്ക് പേടിയാവില്ലേ? വേറെ വഴിയില്ലാത്തോണ്ട് ഏടത്തി ഈവന്റിന് പോവേണ്ടി വന്നേ. അത് കഴിയാൻ ലേറ്റ് ആയതുകൊണ്ട് വരാനും പറ്റിയില്ല. തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. ഇവിടെ വേറൊന്നും സംഭവിച്ചിട്ടില്ലാകിൽ. അമ്മയും ഇളയമ്മയും ഒരു റൂമില്, ഞാനും കാർത്തിക ഒരുമിച്ച് ഒരു റൂമില്, പിന്നെ കുട്ടികളും വസുവും വേറെ റൂമിലാ കിടന്നെ. രാവിലെ ആയപ്പോഴാ ഞങ്ങൾ എല്ലാരും ഉണർന്നത്. അത്ര മാത്രമേ ഞങ്ങൾക്കറിയാവൂ. അവൻ എവിടെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ ഞങ്ങൾക്കറിയില്ല. ആ പേഴ്സ് ആരുടേതാ? അത് എന്താ ഇത്? ഇത് അയാളുടെ പേഴ്സ് അല്ലേ? അതെ, ഇത് അയാളുടെ പേഴ്സ് തന്നെയാ. നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടി? എന്റെ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാ ഭാസ്കരേട്ടാ. അപ്പോ അവൻ ഏടത്തിയുടെ റൂമിൽ വന്നിരുന്നോ? കാർത്തിക പറഞ്ഞത് സത്യമായിരുന്നു അല്ലേ? അറിയില്ല അഖിൽ, ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി. അവനെന്തിനാ നിങ്ങളുടെ റൂമിലേക്ക് വന്നേ? അത് മാത്രമല്ല, കട്ടിലിൽ നിന്നിറങ്ങി ഒരടി പോലും നടക്കാൻ പറ്റാത്തവൻ അത്രയും ദൂരം എങ്ങനെയാ വന്നേ?
സത്യം പറയുക എടുത്തി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടിക്കാതെ തുറന്നു പറയേ. ഞങ്ങൾ എടുത്തിട്ട് കൂടെ ഉണ്ടാവും. എന്താ സംഭവിച്ചെന്ന് പറയേ. ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും അവരവരുടെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ എന്തിനാ ആ റൂമിൽ പോയെന്ന് അറിയില്ല. പേഴ്സ് എന്തിനാ അവിടെ ഇട്ടിട്ട് പോയതെന്നും അറിയില്ല. ഇതിൽ വിചിത്രമായ എന്താന്ന് വെച്ചാല് വസു റൂം അകത്തേന്ന് ലോക്ക് ചെയ്തിട്ടാ കിടന്നത്. രാവിലെ വസു എണീക്കുമ്പോഴും ഡോർ ലോക്ക് തന്നെ ആയിരുന്നു. ലോക്ക് ചെയ്തിട്ടുള്ള റൂമിൽ അവൻ എങ്ങനെ വരാനാ? സംതിങ് ഈസ് റോങ് ഏട്ടാ. ഒരു തെമ്മാടി അവൻ. ഇതെന്തോ ഗെയിം പ്ലാൻ ആണെന്ന് തോന്നുന്നു. വസു, പോലീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ പോലീസ് എന്തിനാ വന്നേ? പേടിക്കാതെ വസു, പോലീസ് വന്ന നമുക്കെന്താ? അവൻ അന്വേഷിച്ച് വന്നായിരിക്കുമോ? എന്ത് സംഭവിച്ചാലും ശരി, ഈ പേഴ്സിന്റെ കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എടുത്തി. അതെന്തിനാടാ? പറയുന്നല്ലേ നല്ലത്. എന്താ സംഭവിച്ചെന്ന് വസു എടുത്തിക്ക് പോലും അറിയില്ല. ഈ സമയം പേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നമാവും. അത് അപ്പോഴും നോക്കേട്ടാ. അഖില് പറയുന്നതാ കറക്റ്റ്. ഈ പേഴ്സിന്റെ കാര്യം ആരോടും പറയണ്ട. വാ, താഴെ പോ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് കാര്യം പറയാമെന്ന് കരുതി. ഇറ്റ്സ് ഓക്കെ പ്രമോദ്. എന്താണ് കാര്യം? ഞങ്ങൾ 2 days ആയിട്ട് ഒരു ക്രിമിനലിനെ അന്വേഷിക്കുകയാണ്. അതെ, ഇന്നലെ വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലോ. ആ കുറ്റവാളി നിങ്ങളുടെ വീട്ടിലെ ഉള്ളെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. വാട്ട്? നീ എന്താ പ്രമോദ് ഈ പറയുന്നേ? ഇടാ, നിനക്കെന്നെ നന്നായിട്ട് അറിയാവുന്നല്ലേ? ഒരു ക്രിമിനലിന് ഞാൻ ഷെൽട്ടർ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സോറി അബി, ഞാനൊരു പോലീസുകാരനാ. ഡൗട്ട് വന്നാലോ ഇൻഫർമേഷൻ കിട്ടിയാലോ അത് അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. വേണമെങ്കിൽ വീട് മൊത്തം സെർച്ച് ചെയ്ത് നോക്കാം. നോ, എനിക്ക് നിന്നെ സംശയമില്ല. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയാൻ വന്നതാ. അതുപോട്ടെ, മോനെ ആരെ അന്വേഷിച്ച് വന്നത്? അയാളുടെ ഫോട്ടോ എങ്ങനെ കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. ജസ്റ്റ് എ മിനിറ്റ്. മോനെ അബി, ഇതാ രഘുറാമാടാ. മെനഞ്ഞാന്ന് മുതൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഇവരായിരുന്നടാ. അബി നോക്ക്, എഴുതി നോക്ക്. ദാ കൊച്ചുമോനെ നോക്കടാ. നോക്കടേ, നീ നോക്ക് വസു. കാർത്തികേ നോക്കിക്കേടി. അയ്യോ,
ഇവൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വീട്ടിലായിരുന്നു മോനെ. എന്താ അബി, ഉള്ളതാണോ? ഉണ്ടായിരുന്നു പ്രമോദ്. ഇന്നലെ നീ വന്ന സമയത്ത് അവൻ ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇവരാണ് നീ അന്വേഷിക്കുന്ന ക്രിമിനൽ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ മൈ ഗോഡ്, നീ ഇന്നലെ ചോദിച്ചപ്പോൾ തന്നെ ഈ ഫോട്ടോ കാണിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ അവനെ കിട്ടുമായിരുന്നു. ഇവൻ ഈ വീട്ടിലുണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഇവനെ ഞാൻ അന്വേഷിക്കുമായിരുന്നെന്ന് നിങ്ങൾക്കും അറിയില്ലായിരുന്നു. അതുപോട്ടെ, അവൻ ഇപ്പോഴും ഇവിടെയുണ്ടോ? ഇല്ല മോനെ, ഇന്ന് രാവിലെ മുതൽ അവനെ കാണാനില്ല. അതുപോട്ടെ, അവൻ എന്തിനാ ഈ വീട്ടിൽ തങ്ങിയത്? ഇന്നലെ ഈവനിങ് ഞങ്ങൾ ഓഫീസിൽ നിന്ന് വരികയായിരുന്നു. സ്ട്രീറ്റിലേക്ക് തിരിഞ്ഞതും പെട്ടെന്ന് അയാൾ ഓടി വന്ന് എൻ്റെ കാറിന് മുന്നിലേക്ക് വീഴുമായിരുന്നു. അയാൾക്ക് ബോധം വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞെങ്കിലും അതിന് സമ്മതിച്ചതുമില്ല. നല്ല ക്ഷീണമുണ്ട്, റെസ്റ്റ് എടുത്തിട്ട് പൊയ്ക്കോളാന്ന് അയാൾ പറഞ്ഞേ. ഇന്ന് രാവിലെ ആരോടും പറയാതെ പോവുകയും ചെയ്തു. അവനൊരു വലിയ കുറ്റം ചെയ്തിട്ട് ഞങ്ങളെ ഒളിച്ച് നടക്കാണ്. ഷെൽട്ടറിന് വേണ്ടി മനഃപൂർവ്വം നിങ്ങളുടെ കാറിന് മുന്നിൽ ചാടി ഈ വീട്ടിൽ കയറിയതാന്ന് തോന്നുന്നു. അത് പോട്ടെ, ഇപ്പൊ അവൻ എവിടെ ഉണ്ടാവും മോനെ? എവിടെ ഉണ്ടാവാൻ? അടുത്ത സ്ഥലത്തേക്ക് അവൻ രക്ഷപ്പെട്ട് കാണും. നിന്നോട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് മോനെ. എന്താ അത്? അവൻ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ ഞങ്ങളുടെ വസുവിനെ പറ്റി എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ആവശ്യമുണ്ടോ ഇളമേ? നമ്മുടെ നല്ലതിനല്ലേ അബി. കാര്യം എന്താണെന്ന് പറഞ്ഞ അവർക്ക് അതൊരു ഉപകാരാവില്ലേ? അതിന്റെ ആവശ്യമില്ല. അവര് പറയട്ടെ അബി, പറഞ്ഞോളൂ. അത് മറ്റൊന്നല്ല മോനെ, വസു അവനും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടായതാ. വസുവിനെ കുറിച്ച് അവൻ എന്തോ ഒരു കാര്യം അറിയാത്രേ. അവൻ ഈ വീട്ടിൽ വന്നത് മുതൽ വസു ആകെ പേടിച്ചിരിക്കുക. ഇന്നലെ രാത്രി ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം ഇവന്റ് ജോലിക്കായി പുറത്തേക്ക് പോയി. പാതിരാത്രി അവൻ വസുവിന്റെ മുറിയിലേക്ക് പോയത് ഞങ്ങളുടെ കാർത്തികേയൻ കണ്ടതാ. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോ അവനെ കാണാനേ ഇല്ല. എന്താ അബി, ഇത് സത്യാണോ? അയാള് എന്റെ റൂമിലേക്കൊന്നും വന്നിട്ടേ ഇല്ല. അവൻ നിന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ.
ഇളയമ്മ എന്തായി പറയുന്നേ? ഒന്നുമില്ല അഭി. അവൻ വസുവിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇല്ല അഭി. ഇപ്പൊ അതല്ലേ നിങ്ങൾ പറഞ്ഞേ? അതല്ല ബി, അത് ശരി. വാസുവിനോട് അവനെന്ത് പറയാനാ? നമ്മുടെ മരുമകളോട് അവൻ എന്ത് സംസാരിക്കാനാ? അങ്ങനെ അവൻ ചോദിച്ചിരുന്നെങ്കിൽ അവന്റെ വായ ഞാൻ തുന്നി കെട്ടിയനെ. സത്യം പറയേട്ടത്തി. നിങ്ങളാണ് സത്യം എടുത്തി. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞേ? എന്താണോ എന്തോ, വന്ന് വന്ന് എനിക്ക് പ്രായമായി വരികയല്ലേ. ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇവര് പുറത്തു വെച്ച് എന്നോട് ഇങ്ങനെയാ സംസാരിച്ചത്. എന്റെ ഓർമ്മശക്തി ഒക്കെ പോയി. ഇനി ഒന്നും പറയില്ല മോനെ. പ്രായമായി, അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ, വെറുതെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇവരെപ്പോഴും ഇങ്ങനെ ഏട്ടാ, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഏട്ടത്തിയുടെ നാവൊന്ന് അടക്കി വെക്കുന്നതാ നല്ലത്. പ്രമോദ് നമുക്കൊരു വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് കുഴപ്പമില്ലാതെ പോയി. വേറെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ നമുക്കെതിരെ അവർ കേസ് തന്നെ എടുത്തേനെ. ഇളയമ്മയ്ക്ക് ബുദ്ധിയല്ല കൂടുതലുള്ളത്, തലയിൽ മുഴുവൻ കുബുദ്ധിയാ. ഇവർക്ക് രാവിലെ വേറെ ജോലിയൊന്നുമില്ലല്ലോ. അവരുടെ കുറ്റം ഇവരോടും ഇവരുടെ കുറ്റം അവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടുത്തെ ഒരേ ഒരു സാഡിസ്റ്റ് ഇവരാ. ഇതുകൊണ്ടാ നിങ്ങളോട് സൈലന്റ് ആയിരിക്കാൻ പറഞ്ഞു. പോട്ടെ, സാരമില്ല. അവര് പ്രായമുള്ളവരല്ലേ, ഓർമ്മക്കുറവൊന്നും പറയുന്നുണ്ടല്ലോ. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സാധാരണല്ലേ. എന്നെ കൊണ്ടിട്ട് നിനക്ക് പ്രായം തോന്നുന്നുണ്ടോ? ഓക്കെ അബി, എന്നാ ഞാൻ ഇറങ്ങുവാണ്. എന്നാ ശരി പ്രമോദ്, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്കൊരു ശല്യമായതിന് സോറി. അബി, ഒരു മിനിറ്റ്. ടേക്ക് കെയർടാ. കോൾ എനിക്ക് വന്നതുകൊണ്ട് പ്രശ്നമില്ല. താങ്ക്സ് ഡാ, ഞാൻ നോക്കിക്കോളാം. ബട്ട് ബി കെയർഫുൾ. ഓക്കെ, സീ യു. ബൈ. അവസാനം അവൻ എന്താ പറ്റിയേ? ജീവനോടുണ്ടോ അതോ ചത്തുപോയോ? ചത്തുപോയെങ്കിൽ അവന്റെ ശവം എവിടെ? ജീവനോടുണ്ടെങ്കിൽ അവൻ എവിടെ? എല്ലാരെയും ടെൻഷൻ ആക്കിച്ച് ഇപ്പൊ എന്നെയും ടെൻഷൻ ആക്കി പോയി കളഞ്ഞു. അയ്യോ, അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണം, നാക്ക് മുറിക്കണം, തലയടിച്ച് പൊട്ടിക്കണം, അവനെ അടിച്ച് ശവമാക്കി പട്ടിക്കിട്ട് കൊടുക്കണം. വിവരമില്ലാത്തവൻ, വൃത്തികെട്ടവൻ, തെമ്മാടി. കരിപ്പ് തീരുന്നില്ലല്ലോ.
വസു, നീ ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങി? ഒരു 12 മണിക്ക് ശേഷം ഉറങ്ങിക്കാണെന്ന് തോന്നുന്നു. അപ്പൊ അതുവരെ എടുത്തി വേറെ ശബ്ദമൊന്നും കേട്ടില്ലായിരുന്നോ? ഇല്ല, മറ്റൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല. 12 മണി കഴിഞ്ഞ് അവൻ വസുവിന്റെ ബെഡ്റൂമിന്റെ അടുത്തേക്ക് പോകുന്നത് കാർത്തിക കണ്ടു എന്ന് പറഞ്ഞു. അപ്പോ ഏട്ടാ, എന്താടാ? അല്ല, രാത്രി അബേട്ടൻ അവിടുന്ന് വന്നത് 12 മണിക്കല്ലേ? അബി ആദ്യമേ എവിടെ നിന്ന് ഇറങ്ങിയിരുന്നു? അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ വന്നത്? ഇല്ല, രാത്രി നിങ്ങൾ പേടിച്ചിരിക്കായിരുന്നല്ലോ, സോ ഞങ്ങൾ വരാന്ന് വിചാരിച്ചു. അപ്പോ ഞാൻ വീട്ടിലേക്ക് പോടാ. അല്ല ഏട്ടാ, ഇപ്പോ ഏട്ടാ അവിടെ അബി, എന്താ ഏട്ടാ, എന്തു പറ്റി? നിന്റെ ചേച്ചി ആകെ പേടിച്ചിരിക്കടാ. ഞാൻ വീട്ടിലേക്ക് പോവാ. ഏട്ടത്തി എന്തിനാ പേടിക്കുന്നേ? അതല്ല ഏട്ടാ, സത്യം പറഞ്ഞ വസു എടുത്തിക്കാ പേടി. എന്തിന്? നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ആ രഘുറാമും വസുവും തമ്മിൽ പ്രശ്നം ഉണ്ടായില്ലേ? അവനിപ്പോ നമ്മുടെ വീട്ടിലല്ലേ? അവൻ കാരണം എന്തെങ്കിലും... എന്തൊക്കെ പറഞ്ഞാലും ലേഡീസ് അല്ലേ ഏട്ടാ, നമ്മളെല്ലാരും ഇവിടെയല്ലേ, അതുകൊണ്ട് അവർക്ക് പേടിയുണ്ടാവും. ഇപ്പൊ തന്നെ 12 മണിയായി. ഈവന്റിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്തോളൂ. ഞാൻ വീട്ടിലേക്ക് പോവാം. നീ പോകുന്നതിനടാ ശരി. നീ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു ടെൻഷനും കാണില്ല. ശരി, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവരുത്. ഓക്കേ, ഞങ്ങൾ നോക്കിക്കോളാം. നീ പോയിട്ട് വാ. ബൈ. ശരി. അപ്പോ അബി രാത്രി തന്നെ വീട്ടിൽ വന്നിരുന്നോ? അതെ എടുത്തി, ഞാനും ഭാസ്കരേട്ടനും രാവിലെ ഇങ്ങോട്ട് വന്നത്. വസു, നീ അബിയെ എപ്പോഴാ കണ്ടേ? നേരം വെളുത്ത് ഡോർ തുറന്നു നോക്കിയപ്പോ അബിയുടെ ഹോളിലുണ്ടായിരുന്നു. അബേട്ടൻ അവിടുന്ന് 12 മണിക്ക് ഇറങ്ങിയത്. വീട്ടിലെത്താൻ ഒരു 10 മിനിറ്റ്സ്. അപ്പോ 12:10 ആയപ്പോ ഏട്ടൻ ഇവിടെ എത്തിക്കാണും. വസു എടുത്തി ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. കാർത്തിക പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൻ അതേ സമയത്തായിരിക്കും ഏട്ടത്തിന്റെ റൂമിലേക്ക് വന്നത്. അപ്പോ ഏട്ടൻ അവനെ ഉറപ്പായും കണ്ടു കാണും. എന്നുവച്ചാ ഏട്ടൻ അവനെ കറക്റ്റാടാ. അവനെ കാണാതായതില് അബിക്ക് എന്തോ പങ്കുണ്ട്. എന്നുവെച്ചാ അബി അവനെ എന്തെങ്കിലും ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് ചാൻസ് ഉണ്ട് എടുത്തി. ആ വൃത്തികെട്ടവൻ വസു എടുത്തി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഇന്റൻഷനോടെ ആയിരിക്കും അങ്ങോട്ട് പോയത്. അപ്പൊ അത് അബിയേട്ടൻ കണ്ടെങ്കിലോ? പക്ഷെ അബി ഒന്നും അറിയാത്ത പോലെ, ഒന്നും സംഭവിക്കാത്ത പോലെയാണല്ലോ നടക്കുന്നത്. നമ്മൾ ഈ കാര്യം അറിയേണ്ടെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തോ? പക്ഷേ അവൻ എന്ത് സംഭവിച്ചു എന്ന് അറിയണമല്ലോ. ഏട്ടാ, അബിയോടൊന്ന് ചോദിച്ചൂടെ? അയ്യോ, എനിക്കൊന്നും പറ്റില്ല. അവൻ സീക്രട്ടായിട്ട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പോയി ചോദിക്കണമെന്ന് വെച്ചാ അതിനേക്കാളും നല്ലത് ആത്മഹത്യ. സോറി എടുത്തി, എനിക്കും അതിനുള്ള ധൈര്യം പോരാ. ഞാൻ തന്നെ ചോദിക്കാം. വസു? അതെ ചേച്ചി, അദ്ദേഹത്തോട് ഞാൻ തന്നെ ചോദിക്കാം. അയാളെ കാണാനില്ലാത്തതിന് കാരണം ഞാനെന്നല്ലേ ഇവിടെ എല്ലാരും പറയുന്നേ. അപ്പൊ ഞാനല്ലേ ചോദിക്കണ്ടേ? കെയർഫുൾ മോളെ, എല്ലാ സമാധാനത്തോടെ. ഗുഡ് ലക്ക് എടുത്തി, എന്നാലും ഒന്ന് സൂക്ഷിക്കണേ.